നമ്മുടെ കോളേജിൽ നമുക്ക് യൂണിഫോം കിട്ടിയിട്ടുണ്ട്. പക്ഷേ യൂണിഫോമിൽ നമ്മുടെ പാൻറ്റൊക്കെ ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഷർട്ടൊക്കെ ഓക്കെയാണ്, പക്ഷേ പാൻറ്റൊക്കെ ടൈറ്റാണ് ഇരിക്കുന്നത്. ഇതാണ് എൻ്റെ പാൻറ്റ് ഇരിക്കുന്നത്, പെൻസിൽ പോലെ ഇരിപ്പുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഈ പാൻറ്റൊക്കെ തയ്ക്കാനായിട്ട് കൊടുക്കണം. ഇതാണ് മിറ. ഇവളുടെ ഡ്രസ്സിന് കുറച്ച് വണ്ണമാണെന്നാണ് നമ്മൾ പറയുന്നത്. ഇവളെ നമ്മൾ മിറണ്ട എന്നാണ് വിളിക്കുന്നത്. ഇതാണ് ക്രിസ്റ്റീന. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സെല്ലാം ഊരിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സീനിയർ ചേച്ചിമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചേച്ചിമാരോടൊക്കെ പരിചയപ്പെട്ട് അവരോട് കുറേ നേരം നമ്മൾ സംസാരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നേരെ ഹോസ്റ്റലിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുട്ബോൾ കളിക്കാനായിട്ടാണ് പോയത്. നമ്മുടെ കോളേജിൻ്റെ അടുത്തുള്ള ഒരു ഗ്രൗണ്ടിലാണ് നമ്മൾ ഫുട്ബോൾ കളിക്കാൻ പോയത്. അവിടുന്ന് ഫുട്ബോൾ കളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഹോസ്റ്റലിൽ വന്നപ്പോഴത്തേക്ക് നമ്മുടെ അഭിനന്ദിന് മുടി വെട്ടണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, കത്രിക എടുത്തു, ഡ്രിമ്മറും എടുത്തു, നേരെ മുടി വെട്ടുന്ന കാണാനായിട്ട് ഇപ്പുറത്തെ റൂമിൽ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുടിവെട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ചെറുക്കന് മുടി വെട്ടി കൊടുത്തിട്ടുണ്ട്. കോളേജിൽ ഇവൻ്റെ മുടി ഒത്തിരിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവ മുടി വെട്ടാൻ തന്നെ തീരുമാനിച്ചത്. ഞാൻ അവിടെ മുടി വെട്ടുന്നത് കണ്ടിട്ട് നമ്മുടെ ജോൽ അവിടെ കാണാൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവൻ ചിരിക്കുന്നൊന്നും മൈൻഡ് ചെയ്തില്ല ഗൈസ്. അപ്പോൾ നമ്മൾ അവൻ്റെ മുടി അടിപൊളിയായിട്ട് വെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.